മിശിഹായിൽ അനുഗ്രഹീതരായവരെ, ദിവ്യകാരുണ്യ ഈ ദിവസം നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും സമൃദ്ധമായി അനുഗ്രഹിക്കുകയും അവിടുത്തെ കൃപകളാലും അനുഗ്രഹങ്ങളാലും നിങ്ങളെ ഓരോരുത്തരെയും നിറയ്ക്കുകയും ചെയ്യട്ടെ എന്ന് നിങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തിന്റെ 17-ാമത്തെ അധ്യായത്തിന്റെ 14-ാമത്തെ തിരുവചനത്തില് നമ്മൾ വായിച്ച് ധ്യാനിക്കുകയാണ് ഈശോ തന്റെ ശിഷ്യന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിനെ കുറിച്ച്. 14-ാമത്തെ തിരുവചനത്തിൽ അവിടെ നമ്മെ ഓർമ്മിപ്പിക്കുന്നു, അവിടുത്തെ വചനം അവിടുന്ന് എനിക്ക് നൽകിയവർക്ക് ഞാൻ നൽകിയിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ദൈവപിതാവിന് മുമ്പിൽ ഈശോ തന്റെ പ്രിയപ്പെട്ടവരെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയാണ്, ദൈവമേ, പിതാവേ, അവിടുന്ന് എനിക്ക് നൽകിയവർക്ക് അവിടുത്തെ വചനം ഞാൻ നൽകിയിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ലോകത്തിലുള്ള ഏതെങ്കിലും കാര്യം നൽകിയെന്നാണോ ഈശോ പ്രാർത്ഥിക്കുന്നത്? പിതാവിനോട് പറയുന്ന അല്ലല്ലോ. ഈശോ പറയുന്നത് എന്താ? വചനം നൽകിയിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ആദിയിലുണ്ടായിരുന്ന വചനം, പ്രപഞ്ചത്തെ രൂപപ്പെടുത്തിയ വചനം, ശക്തിയുള്ള, ജീവനുള്ള, സൗഖ്യം നൽകാൻ കഴിവുള്ള ദൈവത്തിന്റെ വചനം ശിഷ്യന്മാർക്ക് നൽകിയെന്ന്. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഓരോരുത്തർക്കും നൽകപ്പെട്ടിരിക്കുന്ന എന്താ? നമ്മുടെ ജീവന് വേണ്ടി, നമ്മുടെ ശക്തിക്ക് വേണ്ടി, നമ്മുടെ ജീവിതത്തിന്റെ സൗഖ്യത്തിന് വേണ്ടി, നമ്മുടെ ജീവിതത്തിന്റെ ഉയർച്ചയ്ക്ക് വേണ്ടി നൽകപ്പെട്ടിരിക്കുന്നത്, ഈശോ നമുക്ക് തന്നിരിക്കുന്നത് എന്താ? വചനമാണ്. ദൈവത്തിന്റെ വചനത്തിലൂടെ ശക്തി പ്രാപിക്കാൻ, ദൈവത്തിന്റെ വചനത്തെ സ്വീകരിക്കാൻ, വചനം വായിക്കാൻ, വചനത്തിന് വില കൊടുക്കാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം. അപ്പോൾ മാത്രമേ നമ്മുടെ ജീവിതത്തിന് ഉയർച്ചയുള്ളൂ. അപ്പോൾ മാത്രമേ നമ്മുടെ ജീവിതത്തിന് സൗഖ്യമുള്ളൂ. അപ്പോൾ മാത്രമേ നമ്മുടെ ജീവിതത്തിന്റെ മുന്നോട്ടുള്ള വഴികളില് നമുക്ക് കൃപ ലഭിക്കുകയുള്ളൂ. നിന്റെ ജീവിതത്തിൽ ശക്തി വേണോ, ഉയർച്ച വേണോ, സൗഖ്യം വേണോ, വിടുതൽ വേണോ, വചനത്തിന് വില കൊടുക്കാൻ നിനക്ക് സാധിക്കണം. വചനം വായിക്കാൻ സാധിക്കണം. കാരണം പിതാവായ ദൈവം തന്നെ ഭരമേൽപ്പിച്ചവർക്ക് ഈശോ കൊടുത്ത സമ്മാനം പിതാവായ ദൈവത്തിന്റെ വചനം തന്നെയാണ്. വചനത്തിന് വില കൊടുത്ത് ജീവിക്കാനായിട്ട് ഈശോയെ കൃപ നൽകണമേ എന്ന് അപേക്ഷിച്ച് കരങ്ങളെ യാചനയോടെ പിടിച്ച് നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ. ഈശോയെ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ, പിതാവായ ദൈവം ഞങ്ങൾക്ക് നൽകിയത് അവിടുത്തെ വചനം തന്നെയാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഈശോയെ, അങ്ങ് ഞങ്ങൾക്ക് നൽകിയ വചനത്തെ വിശ്വസിക്കുവാനും, വചനത്തെ മുറുകെ പിടിച്ച് ജീവിക്കുവാനും, വചനത്തിന് വില നൽകി ജീവിക്കുവാനും ശക്തി ഞങ്ങൾക്ക് നൽകണമേ. അഭിഷേകം ഞങ്ങൾക്ക് നൽകണമേ. തിരുവചനങ്ങളുടെ ശക്തിയാൽ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഈ മക്കളുടെ ജീവിതത്തിൽ നിന്ന്, ഇവരുടെ വഴികളിൽ നിന്ന് എല്ലാ തിന്മകളും, ബന്ധനങ്ങളും, പിശാചിന്റെ ഉപദ്രവങ്ങളും, നാരകീയ ശക്തികളും നിർവീര്യമായി തീരട്ടെ എന്ന് കൽപ്പിക്കുന്നു. അന്ധകാര ശക്തികൾ വിട്ടുപോകട്ടെ എന്ന് കൽപ്പിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നിത്യപിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വര എന്നേക്കും. ആമേൻ.